ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ വീണ്ടും നമ്മൾ റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് 9. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഒരു 4:50 ടൈമായ സമയത്ത് ആരും ഉണർന്നിട്ടില്ല. ഉണരണേക്ക് മുമ്പ് നമ്മുടെ ജിസേൽ എണീച്ച് കൺസീലറൊക്കെ തേച്ച് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റ് ആവുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനും അത്രയും പറഞ്ഞിട്ടും വീണ്ടും ജിസേൽ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റോളും ശരിക്കും നോക്കണില്ല, മേക്കപ്പ് പറ്റണില്ല ഇല്ലാതെ ജിസേലിന്, അങ്ങനെ വേണം പറയാൻ. അതിനുശേഷം പിന്നെ മോർണിംഗ് സോങ് ഇടുന്നു. മോർണിംഗ് സോങ് ഏതാണെന്ന് വെച്ചാൽ ആവേശം മൂവിയിലെ നാടിൻ നന്മകനെ പുന്മകനെ മുത്തായവനെ, ആ സോങ്ങാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു നോട്ടീസ് വരുന്നുണ്ട്, അനീഷ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ജിസേലിനുള്ള നോട്ടീസായിരുന്നു. ജിസേലിൻ്റെ കൈവശമുള്ള ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനും പിന്നെ തന്ന യൂണിഫോം, അതായത് വിങ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വിയർ ചെയ്യാനുമുള്ള നോട്ടീസാണ് വരുന്നത്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം എന്താ ഇവിടെ പ്രത്യേകത? എല്ലാവരും ഒരുപോലെയല്ലേ? നിങ്ങൾക്ക് മാത്രം റൂൾസ് നിങ്ങൾ ശരിക്കും നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന വഴക്കിടുന്നുണ്ട്. ഇംഗ്ലീഷിലും എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യം? എനിക്ക് മലയാളം അറിയാലോ, മലയാളത്തിൽ പറഞ്ഞാൽ പോരെ. ചില സമയത്ത് സുപ്രഭാതം, ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ സുപ്രഭാതം പറയുന്നു, സുപ്രഭാതം പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയുന്നു, ഇംഗ്ലീഷിനെ ഇതാക്കുന്നു, മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ അവിടെ നല്ല ഒരു ഇത് നടക്കുന്നുണ്ട്, വഴക്ക് നടക്കുന്നുണ്ട് ജിസയിലും അനീഷും തമ്മിൽ. എന്നിട്ട് അനീഷിൻ്റെ കയ്യിൽ നിന്ന് ആ നോട്ടീസൊക്കെ വലിച്ചിട്ട് പോയിട്ട് എനിക്കറിയാം ഇത് വായിക്കാൻ, നിങ്ങൾ വായിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിങ്സിൻ്റെ എല്ലാവരുടെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, വിങ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിങ്സ് എപ്പോഴും വെയർ ചെയ്തുകൊണ്ട് നടക്കണം. അത് ബിഗ് ബോസ് വിങ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അവിടെ സ്റ്റില്ലായി നിൽക്കണം. ആ സമയത്ത് എല്ലാവരുടെ പുറത്തും ഈ വിങ്സ് കാണണം. ഇത് ബാൻഡ് ഉള്ളവർക്ക് വിങ്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അനാവശ്യമായി ഒരു സെക്കൻഡ് പോലും അവരുടെ മേത്ത് ആ വിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പണിപ്പുരയിലേക്ക് കയറാനുള്ള അവസരമാണ് പോകുന്നത്. വിങ്സ് ഇല്ലാത്തവർക്കും വിങ്സ് ഇടാൻ മറന്നവർക്കും അത് ആ അവസരം തന്നെയാണ് പോകുന്നത്. അതൊരു വാഷ്റൂമിൽ പോകുമ്പോൾ പോലും വിങ്സ് എന്ന് പറയുമ്പോൾ സ്റ്റില്ലായി നിൽക്കുമ്പോൾ ആ വിങ്സ് അവർ വിയർ ചെയ്തിരിക്കണം എന്നാണ് റൂള്. അപ്പം ഈ റൂള് തെറ്റിച്ചാൽ പണിപ്പുരയിലേക്ക് കയറാൻ പറ്റില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡേ ഫുള്ള് പണികളാണ് അവർക്ക്, പണിയോട് പണി. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ആയി കൊടുത്തത് റാങ്കിങ് ആണ്. റാങ്കിങ് ടാസ്ക്കാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയി കൊടുത്തത്. 1 മുതൽ 19 വരെയുള്ള സ്ഥാനം കറക്റ്റ് നിശ്ചയിച്ചിട്ട് ആ സോഫയുടെ ഇടത് ഭാഗത്ത് നിന്ന് ഇരുന്ന് തുടങ്ങണം. അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ആദില ആൻഡ് നൂറ ഒരാളായിട്ടല്ല 2 വ്യക്തികളായിട്ട് തന്നെയാണ് അവിടെ ഗെയിം കളിക്കേണ്ടത്. അത് ഫസ്റ്റ് റാങ്കിൽ എത്തുന്നവർക്ക് പണിപ്പുരയിൽ കയറാൻ 20 സെക്കൻഡും, സെക്കൻഡ് എത്തുന്നവർക്ക് 15 സെക്കൻഡും, പിന്നെ ബാക്കി എല്ലാവർക്കും കയറാം, ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡും ഉണ്ടാവും. അപ്പം ഈ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കാണ് 20 സെക്കൻഡ്, കുറച്ച് കൂടുതൽ സെക്കൻഡ് കിട്ടുക. എന്തായാലും എല്ലാവർക്കും കയറാൻ പറ്റും പണിപ്പുരയിലേക്ക് എന്നായിരുന്നു ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം തൊട്ട് തന്നെ നമ്മുടെ അനീഷ് ഒരു വാക്കേ പറഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ അറ്റ് ലാസ്റ്റ് വരെ. അതായത് ഈ ടാസ്ക് എത്ര മണിക്കൂർ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ സീസൺസിലും ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ വരെയെങ്കിലും ഈ ടാസ്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവർക്ക് ഈ ടാസ്ക് കൊടുക്കുന്നത് വെറും 1 മണിക്കൂറാണ്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ടാസ്ക് ചെയ്ത് തീർക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഈ 1 മണിക്കൂറും അനീഷ് പറയുന്നത് ഞാനാണ് ഒന്നാം റാങ്ക്, എനിക്കാണ് അതിന് അർഹൻ, ഞാനാണ് ഇവിടെ നന്നായി ഗെയിം കളിക്കുന്നത്, ഞാനാണ് എല്ലാവരോടും നന്നായി ഇൻട്രാക്ട് ചെയ്യുന്നത്, ഞാനാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നത്, റൂളൊക്കെ കറക്റ്റായി ചെയ്യുന്നതൊക്കെ ഞാൻ മാത്രമാണ് അതിന് അവകാശപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് മുതൽ ആ മോർണിംഗ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് മുതൽ മോർണിംഗ് ടാസ്ക് റദ്ദാക്കണ വരെയും ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടേ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആർക്കും ആ ഒരു സീറ്റ് അവിടെ നിന്ന് വിട്ടു കൊടുക്കുന്നില്ല. അതായത് ഈ സോഫയുടെ സിംഗിൾ പീസാണ് ഇടതുവശത്ത് ഫസ്റ്റ് ഇരിക്കുന്നത്, അവിടെ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് അവരവർ എന്തുകൊണ്ട് ഈ സ്ഥാനത്തിന് അർഹൻ എന്ന് പറയാൻ പറഞ്ഞ സമയത്ത് എല്ലാവരും വന്ന് പറഞ്ഞു, ഞാൻ ഇന്നതുകൊണ്ട് എനിക്ക് ഈ സ്ഥാനം വേണമെന്ന് എല്ലാവരും അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ അപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അനീഷിൻ്റെ
ഇത് വന്നു. അനീഷിൻ്റെ സമയം വന്നപ്പോൾ അനീഷ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സിംഗിൾ പീസ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് സെൻറ്ററിലിട്ടിട്ട് അനീഷ് വീണ്ടും ഞാനാണ് അർഹൻ, എനിക്ക് കിട്ടണം, എനിക്ക് അതേ കിട്ടിയേ പറ്റൂ, ബിഗ് ബോസ് എനിക്കാണ് 1ാം റാങ്ക് തരേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിംഗിൾ പീസ് കൊണ്ടുപോയി എടുത്തിട്ട് റനാൻ്റെ കാലിൽ കൊണ്ടുപോയിടുന്നു. റന ഫാത്തിമയാണ് അടുത്തത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം റന ഫാത്തിമാൻ്റെ കാലിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചും ബഹളമൊക്കെ ആയി. എന്നിട്ട് റന ഫാത്തിമ ഡ്രാമയാണ്, കരയാൻ തുടങ്ങി, ഡ്രാമയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഒച്ചയും ബഹളമായി. എന്നിട്ട് ഒരു ഇടഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് വൈകാരികമല്ലാണ്ട് ബുദ്ധിപരമായി ഒന്ന് ചിന്തിക്കുക, എന്തായാലും നമ്മുടെ ടൈം അവൻ വെറുതെ കളയുകയാണ്, അതിന് പകരം ഒരു കാര്യം ചെയ്യുക, അവനവിടെ ഇരുന്നോട്ടെ 1ാം സ്ഥാനത്ത്, ബാക്കിയുള്ളവർക്ക് പോകാനുള്ള സമയമുണ്ടല്ലോ, 10 സെക്കൻഡെങ്കിലും എല്ലാവർക്കും പണിപ്പുരയിൽ കയറാമല്ലോ, അപ്പം നോക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് പേരൊക്കെ ഓക്കെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും കയറാമല്ലോ, കുറേ സാധനങ്ങൾ അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ, അവൻ എന്തോ ചെയ്തോട്ടെ, അവന് സാധനം എടുത്ത് എന്തോ ചെയ്തോട്ടെ, അത് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടയിൽ അക്ബർ വന്ന് പറയുന്നുണ്ട്, അവനെ 1ാം സ്ഥാനത്തിലേക്ക് വിടണത് എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്കതൊരു കാര്യമില്ല, പക്ഷേ എല്ലാവർക്കും അതാണ് അഭിപ്രായമെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് പോയിരിക്കുന്നുണ്ട്. ഉടനെ ജിസേൽ എണീക്കാണ്. ജിസേലിന് ആലോചിക്കണേ, ജിസേലിന് ഡ്രസ്സ് നല്ലതില്ലാതെ പറ്റില്ല, മേക്കപ്പ് ഇല്ലാതെ പറ്റില്ല. ആ ആൾ തന്നെ എണീച്ച് പറയണേ, എനിക്കിഷ്ടമല്ല, ഞാൻ സമ്മതിക്കില്ല, ഇവനെ 1ാം സീറ്റിൽ ഇരുത്തിയിട്ട് എനിക്ക് അവൻ കൊണ്ടുവരുന്ന ഫുഡോ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളോ എനിക്ക് ആവശ്യമില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ പിന്നെ അപ്പുറത്തുനിന്ന് അപ്പാനിശ്വരത്ത് എണീച്ചു. പിന്നെ മൊത്തത്തിൽ എല്ലാവരും കൂടെ പറഞ്ഞു, ഇവൻ കൊണ്ടുവരുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഇവൻ കൊണ്ടുവന്ന ഫുഡ് ഞങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ വാശി പിടിച്ച് നമ്മൾ കൊടുത്താൽ വീണ്ടും വീണ്ടും ഓരോ ടാസ്കുകൾ വരുമ്പോഴും ഇവൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സമ്മതിക്കില്ല. അതുമല്ല, ബിഗ് ബോസ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാരണം ബിഗ് ബോസ് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നോമിനേഷൻ ഫ്രീ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഈ 1ാം റാങ്കുകാരൻ എനിക്ക് ഉണ്ടാവും, അത് ഇവനിക്ക് കിട്ടാനും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വഴക്കായി, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയി. അവസാനം ബിഗ് ബോസിന് 1 അവർ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ആ ടാസ്ക് റദ്ദാക്കി. അങ്ങനെ ഒരാൾ കാരണം ആർക്കും ഒന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാത്ത തന്നെയാണ് നല്ലത്. ഇതുപോലെ എല്ലാ ടാസ്കിലും ഇതുപോലെ ഒച്ചിട്ടിട്ടേ ഞാനാണെന്ന് പറഞ്ഞ് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു ഇതെടുത്തതും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും വാദിച്ച് ജയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അതിൻ്റേതായ ഗെയിം കളിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്തതായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻസി സ്ഥാനം കൈമാറ്റം ചെയ്യുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻസി സ്ഥാനം കൈമാറ്റം ചെയ്യാൻ പഴയ ക്യാപ്റ്റൻ, അതായത് നമ്മുടെ അനീഷ് ഷാനവാസിന് എന്തെങ്കിലും അനീഷിൻ്റെ കയ്യിലുള്ള സ്വന്തമായ ഒരു സാധനം കൊടുത്ത്, ഗിഫ്റ്റ് പോലെ കൊടുത്ത് ആ ക്യാപ്റ്റൻസി കൈമാറ്റം ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അനീഷ് പോയി നോക്കി. എല്ലാവർക്കും അറിയാം, ഡ്രസ്സല്ലാതെ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങളല്ലാതെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. സ്വന്തമായിട്ടുള്ളത് അനീഷിനുള്ളത് ഡ്രസ്സും പിന്നെ ആ ബാൻഡും, എന്താണ് മുള്ളംപന്നി എന്നുള്ള പേരിട്ട ആ ബാൻഡുമാണ് സ്വന്തമായിട്ടുള്ളത്. അനീഷിന് വേണമെങ്കിൽ അത് ഊരിയിട്ട് കൊടുക്കാമായിരുന്നു, ഇന്ന് എൻ്റെ സ്വന്തം ഇതേ ഉള്ളൂ പറഞ്ഞിട്ട്. പക്ഷേ അനീഷ് അത്ര ചിന്തിച്ചില്ല തോന്നുന്നു. പക്ഷെ നമ്മുടെ നിവീൻ ആ ടൈമിൽ എണീച്ച് കൊടുത്തതിന് ശേഷം, ചീപ്പാണ് അനീഷ് കൊടുത്തത്, പോയി തിരഞ്ഞിട്ട് അനീഷ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കൊടുത്തു. പക്ഷേ ആ ടൈമിൽ നിവീൻ എണീച്ച് പറയുന്നത്, എനിക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായും ഞാൻ അത് ഊരി അങ്ങോട്ട് ഇട്ട് കൊടുത്തേനെ എന്നുള്ള രീതിയിൽ നിവീൻ പറയുന്നത് ശരിയാണ്. അതൊന്നും ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ അതവിടെ ചെയ്തില്ല. അടുത്തത് സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിവീന് ആപ്പിൾ ഒളിച്ചിരുന്ന് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ബിന്നി ചോദിക്കുന്നുണ്ട്, എനിക്കും വേണം, എവിടെയാണ് ആപ്പിൾ, ഒളിഞ്ഞിരുന്ന് തിന്നാണ് നിവീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ഫണ്ണി ആയിട്ട് ഇങ്ങനെ ആ ഒരു സീനുകൾ പോകുന്നുണ്ട്. അടുത്തതായി കാണിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരുടെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ജിസേൽ എന്താ ചെയ്യുന്നത്, ലിപ്സ്റ്റിക്ക് ഇടാൻ എങ്ങാണ്ട് പോവുമായിരുന്നു, വാഷ്റൂമിലേക്ക് പോവുകയാണ്. വാഷ്റൂമിൻ്റെ ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ അനുമോൾ എത്തി നോക്കുന്നുണ്ട്. അനുമോൾ എത്തി നോക്കുമ്പോൾ ജിസേൽ ഓടിച്ചു വിടുകയാണ്. എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അനുമോളോട് പറയുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി, ചെറിയ കുട്ടികളെ പോലെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഓടിച്ചു വിടുകയാണ് അവിടുന്ന്. എന്നിട്ട് അപ്പുറത്തിനും ഇത് ചെയ്യാൻ ഇങ്ങനെ മിററിൽ നോക്കി നിൽക്കുമ്പോഴേക്കും ആദ്യം വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും, ഒരുപാടാവുന്നുണ്ട് ഇത് എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ സോഫയിൽ വന്നിരുന്നിട്ട് പറയേണ്ടത്, ഇല്ല ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ജിസയിൽ.
എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ പ്രൊമോയിൽ കണ്ട അറിയിപ്പ് വരുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരികയാണ്, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അത് അറിയിപ്പ് വരാൻ ബിഗ് ബോസ് വിളിച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വന്ന് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു മണിക്കൂറോളം അവരെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ്. അതിന് ശേഷമാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ ബിഗ് ബോസ് തൽക്കാലമായിട്ട് നിർത്തി വെക്കുകയാണ്, നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കുന്നില്ല. ലാലേട്ടൻ വന്ന് അത്രയും പറഞ്ഞിട്ടും സ്ട്രിക്റ്റ് ആക്കിയിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിനെ കളിയാക്കണ പോലെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കുന്നില്ല. ഇനി നിങ്ങളിൽ നിന്ന് ഒരു കണ്ടൻറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്കോ ഞങ്ങളുടെ ചാനൽക്കോ ജിയോ ഹോട്ട്സ്റ്റാറിനോ ആവശ്യമില്ല. നിങ്ങളെ ഒരു ഗസ്റ്റായിട്ട് മാത്രം ഞങ്ങൾ പരിഗണിക്കാം. നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ അവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ബിഗ് ബോസ് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, എത്ര തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ അതന്നെയാണല്ലോ ചെയ്യുന്നത്. മേക്കപ്പ് സാധനങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കയ്യിലില്ലാത്ത ആൾക്കാർ ഡ്രസ്സുകളെ അങ്ങനെയാണ് ചെയ്യണതല്ലോ. ആകെ ചെയ്യണത് ആരാ? ജിസേലാണ്. ജിസേലിനാണ് ശരിയായ ഒരു പണിഷ്മെൻ്റ് അവിടെ കൊടുക്കേണ്ടത്. അതിന് മൊത്തം ഹൗസിനാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ജിസേൽ ഇത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരാൾ പോലും എണീച്ച് നിന്നിട്ട്, ബിന്നി മാത്രം എണീച്ച് നിന്ന് പറഞ്ഞു കേട്ടോ, ചെയ്യുന്നത് കണ്ടു ഞാൻ മോർണിംഗിൽ ഒരു ട്യൂബ് പോലത്തെ സാധനം. പക്ഷെ അവിടെ ജിസേൽ സമ്മതിക്കണില്ല, ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതാണ്. നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോഴേ കാണിക്കുന്നത് ജിസേൽ മേക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും അറിയാം ജിസേൽ ഇത് ചെയ്യുന്നുണ്ട് എന്ന്, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ജിസേലിനെ മാത്രം അങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നു ബാക്കി എല്ലാവരും? ഇതേ ജിസേലല്ല, അനീഷാണ് ഇതുപോലെ ഒരു റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവുക? എല്ലാവരും കൂടെ തൂക്കിയെടുത്ത് പുറത്തിട്ടേനെ. അപ്പോൾ എല്ലാവരും കയ്യിലുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് ഇത് തന്നെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി ഇത് തുടരുകയുള്ളൂ എന്ന് പറഞ്ഞ ബിഗ് ബോസ്. അപ്പോൾ ആദില ഫ്രണ്ടിലോട്ട് നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സാധനങ്ങളുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അത് നടക്കില്ല, ഞങ്ങൾ ആർക്കും ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ജിസേൽ അപ്പോഴും ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞതിനാണ് വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് അവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ട് അടുത്തത് വന്ന പണിയാണ് അവർക്ക് മിഡ് വീക്ക് എവിക്ഷൻ. മിഡ് വീക്ക് എവിക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിയൻസിൻ്റെ വോട്ടിംഗ് ഒന്നുമല്ല മിഡ് വീക്ക് എവിക്ഷൻ. അവരെങ്ങനെയാണോ ഗെയിം അവിടെ കളിക്കുന്നത് ആ ഗെയിമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടുപേര് എവിക്റ്റായി പോകും. അത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ടാസ്ക് കൊടുക്കും, അതായത് എന്തുകൊണ്ട് 6 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ട് 6-ൽ ഒരാൾ ഞാൻ ആവാൻ പാടില്ല, എന്നെ എങ്ങനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യേണ്ട എന്നുള്ളത് അവരവിടെ സംസാരിക്കണം. ആ സംസാരിച്ചതിൽ നിന്ന് ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ട് 6 പേരെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ആ സംസാരിച്ചത് ശരിയല്ല എന്ന് തോന്നിയ 6 പേരെ തന്നെ ഒരാൾ സെലക്ട് ചെയ്യണം. അങ്ങനെ ഈ 19 പേര് എന്ന് പറഞ്ഞാൽ ഇതിൽ സംസാരിക്കേണ്ടാത്തതും ഇതിൽ പെടാത്തതുമായത് അനീഷ് ആൻഡ് അക്ബർ. അവർക്ക് രണ്ടുപേരും ഓൾറെഡി നോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഇതിൽ പെട്ടിട്ടില്ല, അവർക്ക് സംസാരിക്കേണ്ട, പക്ഷേ സെലക്ട് ചെയ്യാം. 6 പേരെ സംസാരിച്ചവരിൽ നിന്ന് സെലക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം ഈ 6 പേരെ സെലക്ട് ചെയ്തിട്ട്, പക്ഷേ അവിടെ നടന്നത് അതല്ല, സംസാരത്തിൻ്റെ രീതിയിലൊന്നല്ല അവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നതും. ഇൻഡ്യൂ മാർക്ക് ഇട്ടിട്ട് ഒരു ബോർഡ് കൊണ്ടുവന്നിട്ട് അതിൽ ഇൻഡ്യൂ മാർക്ക് ഇടലൊക്കെ ആയിരുന്നു. പക്ഷേ സംസാരിച്ച രീതി വെച്ചിട്ടല്ല അവിടെ ആരും ഒന്നും ചെയ്തിരിക്കുന്നത്, ഗ്രഡ്ജസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സെലക്ട് ചെയ്തതിൽ വെച്ചിട്ട് ഓരോരുത്തർക്കും എത്ര വോട്ട് വീതം കിട്ടിയെന്ന് ഞാൻ പറയാം. അനീഷിന് 15, ഏറ്റവും കൂടുതൽ ഇൻഡ്യൂ ചെയ്തിരിക്കുന്നത് അനീഷാണ്. അനീഷിന് 15 കിട്ടിയിട്ടുണ്ട്. അബിക്ക് 7, ഓണിയലിന് 11, ഷാനവാസിനില്ല. പിന്നെ സരികക്ക് 10, ശൈത്യക്ക് 7, അനുവിന് 7, ബിൻസിക്ക് 5, രന ഫാത്തിമക്ക് 9, ബിന്നിക്ക് 3, നൂസുദിക്ക് 12, ഷാരികക്ക് 7, ആദില അഞ്ഞൂറ് അവർക്ക് 2, ശരത്തിന് 13, പിന്നെ ജിസേലിന് 6, ആര്യന് 3, നമ്മുടെ നിവിന് 1. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരേ കൗണ്ട്, അതായത് ഇതിൽ 7 വോട്ടുകൾ കിട്ടിയവരാണ് അബി, ശൈത്യ, അനുമോൾ, ഷാരിക ഇവർ. അപ്പോൾ ഇവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, അപ്പോഴന്നെ 6ാമത്തെ ഒരാളെ കിട്ടുള്ളൂ. അപ്പോൾ ഇവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത് ഷാരികേനെയാണ്. അങ്ങനെ ആ 6-ൽ ഷാരികയും വന്നു. അപ്പോൾ സെലക്ട് ആയ 6 പേര് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് ഷാരിക, അനീഷ്, രേണുസുതി, ഓണിയൽ, സരിക ആൻഡ് റന ഫാത്തിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അവിടെ ഒട്ടുമേ ഗെയിം കളിക്കാത്ത ആൾക്കാർ, ഇപ്പം നമ്മളുടെ വീക്ക്ലി ടാസ്ക് ആയാലും ബാൻഡ് ടാസ്ക് ആയാലും മോർണിംഗ് ടാസ്ക് ആയാലും ഒക്കെ വരുന്നുണ്ട്. അതിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്
ഗെയിമിലോട്ട് അത്ര അങ്ങോട്ട് സീരിയസ് ആയി ഇറങ്ങാത്ത ആൾക്കാരാണ് നമ്മുടെ രേണു സുധി, കലാഭവൻ, സരികയൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരിനെയാണ്. ബാക്കി എല്ലാവരും ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും ആരാണെന്ന്. രേണു സുധിയൊക്കെ പറയേണ്ടത് എനിക്ക് ഹെൽത്ത് കൊണ്ട് തീരെ പറ്റണില്ല, ഈ കോഫിയുടെ ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ രേണു സുധി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മിഡ് വീക്ക് വിഷനിൽ എന്തായാലും രണ്ടുപേരും ഔട്ടായിരിക്കും. നമുക്ക് കാണാം. അടുത്ത സീൻ വരുന്നത് അവിടെ തന്നെ ഇരുത്തി. അപ്പം ഇവർ ഈ എവിക്ഷൻ ഈ എവിക്ഷനോടെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് വീക്ക്ലി എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. വീക്ക്ലി എവിക്ഷനിക്ക് ഈ 6 പേരിൽ പെടാത്തതും ഈ അക്ബറും ഷാനവാസും അല്ലാത്തതുമായ ബാക്കിയുള്ളവരിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ. മൊത്തം പറഞ്ഞാൽ ഹൗസ് ഫുള്ളും നോമിനേറ്റായി. പക്ഷെ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേറ്റാണ്. അഭി മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്, നോമിനേഷനിൽ പെടാതെ. ആ നോമിനേഷനിൽ പെട്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ശൈത്യയാണ്. ശൈത്യക്ക് 6 വോട്ടുകളാണ് കിട്ടിയത്. അവിടെ ഏറ്റവും ടോപ്പ് വോട്ട് കിട്ടിയത് ശൈത്യക്കാണ്. പറഞ്ഞത് ആക്റ്റീവ് അല്ല, ഭയങ്കര വീക്കാണ്, ഒന്നും കാര്യമായിട്ട് എടുക്കണില്ല, എന്തൊക്കെ പറയണം എന്നുള്ള രീതിയിൽ എന്തൊക്കെ പറയുന്നു, അങ്ങനെ പറഞ്ഞു. അടുത്തത് നിവീനാണ്. നിവീൻ എൻ്റർടൈനറാണ്, എല്ലാമാണ്, പക്ഷേ ഗെയിമിനെ സീരിയസ് ആയി എടുക്കണില്ല എന്നുള്ള രീതിയിലും പറഞ്ഞു. പിന്നെ ആ പറഞ്ഞതിൽ നമുക്ക് അനു ഒരു വാക്ക് പറഞ്ഞിരുന്നു നിവീനെ കുറിച്ച്. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡബിൾ മീനിങ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അതെനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അനു നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയും പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ അത് ആ രീതിയല്ല, പേടിയായ രീതിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ നിവീന് ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല ഇനി അതെന്താണെന്ന്. അടുത്തത് ജിസേൽ വന്നിട്ട് പറയണത് ജിസേലിന് 4 വോട്ടുകളാണ് കിട്ടിയത്. നമ്മുടെ നിവീന് കിട്ടിയത് 4 വോട്ടാണ് കേട്ടോ. ജിസേലിന് 4 വോട്ടാണ് കിട്ടിയത്. നിയമം ലംഘിക്കുന്നു എന്നാണ് ഈ 4 പേരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നത് ജിസേലിനെ കുറിച്ചിട്ട്. അടുത്തത് വന്നത് ശരത്താണ്. ശരത്തിന് വന്നത് 5 വോട്ടുകളാണ്. റീസൺ ഉണ്ടായിരുന്നത് ടീമാകുന്നു, ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ശരത്തിന് വന്നത്. അടുത്തത് ആദില ആൻഡ് ന്യൂറാക്കാണ്. 3 വോട്ടുകളാണ് അവർക്ക് വന്നത്. പിന്നെ ആര്യന് വന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ എപ്പോൾ റിയാക്ട് ചെയ്യുന്ന അറിയുന്നില്ല, പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ 3 വോട്ടാണ് ആര്യന് കിട്ടിയത്. അടുത്തത് ബിൻസിനെ പറഞ്ഞത് ഭയങ്കര ഫേക്കാണ്, എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞാൽ 2 വോട്ടുകളാണ് ബിൻസിക്ക് വന്നത്. ഇതായിട്ട് അനുമോൾക്കാണ്. അനുമോൾക്ക് കിട്ടിയ വോട്ടുകൾ 4 എണ്ണമാണ്. 4 എണ്ണത്തിലും വന്ന് അവർക്കുള്ള റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ കാർഡുകൾ പല വിധത്തിൽ ഇറക്കുന്നുണ്ട് അനുമോള്, അതുപോലെ ഫേക്കാണ്, ചൈൽഡിഷും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വിതറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അനുവിന് വന്ന റീസൺസ്. അടുത്തത് ബിന്നി. അങ്ങനെ 4 വോട്ടാണ് അനുവിന്. പിന്നെ ബിന്നിക്ക് വന്നത് 4 വോട്ടാണ്. ബിന്നി ഭയങ്കര, നമ്മുടെ ജിസേൽ പറഞ്ഞതാണ്, ഭയങ്കര ഡോമിനേറ്റ് ആണ്, കിച്ചണിൽ ഡോമിനേറ്റ് ആണ്, ഫുഡ് എടുക്കാൻ പോകുമ്പോഴെല്ലാം ഭയങ്കര ഡോമിനേഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ വാഷ്റൂമിലായാലും അത് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയേണ്ട ജിസേൽ. വാഷ്റൂമിലൊക്കെ എന്ത് ഡോമിനേറ്റ് കാണിക്കാനാണെന്ന് മനസ്സിലാവണില്ല. പിന്നെ പറഞ്ഞ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ജെൻഡർ കാർഡ് ഇറക്കുന്നു, പിന്നെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് 4 വോട്ടുകളാണ് ബിന്നി കിട്ടിയത്. അഭിലാഷിന് 1 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനും കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും എവിക്ഷനിലുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആരാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും 2 വീക്സ് ഒക്കെ ആയി, പേഴ്സണൽ ഫേവറേറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. ചിലരുടെ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങി. എന്തായാലും എൻ്റെ ഈ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഈ റിവ്യൂ ഒരു 10 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, അതിൽ ആ 10 പേരെങ്കിലും പറയണം ആർക്കാണെന്ന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആരാണെന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചുമ്മാ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മുടെ ഹോട്ട് ടോപ്പിക് ബിഗ് ബോസ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നത് ശാരിക, ബിന്നി, നമ്മുടെ രേണു സുധി, സരിക എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, നമുക്ക് ഈ പണി ബിഗ് ബോസ് തന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ചെയ്ത ആ പ്രവൃത്തി, അതായത് മോർണിംഗ് ടാസ്കിൽ നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയിൽ വെച്ച് കിട്ടിയ പണിയാണിത്. അത് മര്യാദക്ക് ചെയ്തിരുന്നെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും ശരിയാണ്. ഈ പണി അതുകൊണ്ട് തന്നെയായിരിക്കും. കാരണം അങ്ങനെ 6 പേര്, അതായത് ഫസ്റ്റ് നിന്ന് 6 വരെയുള്ള 6 പേര് അങ്ങനെ സെലക്ട് ചെയ്തെങ്കിൽ അവിടെയായിരിക്കും ഇമാതിരി പണികൾ കിട്ടുന്നുണ്ടാവുക. അത് ഇതായത് കൊണ്ട് തന്നെയാണ് ഈ പണി എന്നൊന്നും ഞാനും അത് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ ബിന്നി രേണു സുധിനോട് പറയുന്നുണ്ട്, ചേച്ചി
രേണു ചേച്ചിയിൽ നിന്ന് പ്രേക്ഷകർ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. രേണു ചേച്ചി പ്രേക്ഷകർക്ക് വേണ്ടത് അല്ല ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ രേണു പറയുന്നുണ്ട്, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്, ഞാൻ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോഫി മഗ് ഉണ്ടായിരുന്നു കയ്യിൽ, ഈ ഒരു കോഫി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത്രയും വയ്യാനിട്ടാണ്, അല്ലാതെ എനിക്ക് കണ്ടന്റ് കൊടുക്കാനൊന്നും ഇപ്പോൾ വയ്യ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ ശൈത്യയും അനുവും രാത്രിയായി അവർ കിടന്ന് സംസാരിക്കുകയാണ്. എന്തോരം സാധനങ്ങളൊക്കെ കാശ് മുടക്കി വാങ്ങിച്ചതാ, കോസ്റ്റ്ലി ആയ കോസ്മെറ്റിക് ഐറ്റംസൊക്കെയാണ് വാങ്ങിയത്, 10 ലിപ്സ്റ്റിക്ക് വേറെ കളറ്. അപ്പോൾ എന്താണ് ശൈത്യം അങ്ങനെ പറയുമ്പോൾ അനുവിന്, നീ 10 15 അല്ലേ, ഞാൻ 20 എണ്ണമാണ് കൊണ്ടുവന്നത്, ഒരെണ്ണം പോലും തന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു പൊട്ടോ ഒരു ലിപ്സ്റ്റിക്കെങ്കിലും തന്നാൽ മതിയായിരുന്നു. ബിഗ് ബോസ് എന്ത് കഷ്ടമാണ്, എന്തോരം കാശ് ഇതിനൊക്കെ മുടക്കിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അനുവും ശൈത്യയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അക്ബർ, ശരത്, നമ്മുടെ ബിൻസി ഇരുന്ന് സംസാരിക്കാനും പറയുന്നത് ഷാനവാസിനെ കുറിച്ചാണ്. ഷാനവാസിന് ഈ മിഡ് വീക്ക് അല്ല, മോർണിംഗ് ടാസ്കിൻ്റെ ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത് ശാരിക ചേച്ചിയാണ്. ശാരിക ചേച്ചി ബ്രെയിൻ വാഷ് ചെയ്തതാണ്. എന്നാൽ അവനവിടെ ഫസ്റ്റ് ഇരിക്കട്ടെ, നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസിനെ കുറിച്ച് ഇങ്ങനെ പറയണ അക്ബറും ഇതും അവന് ഓവർ ഇതാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിവീൻ അപ്പുറത്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയണം, ഇവനെ ഇത്തിരി ഓവർ ആവുന്നുണ്ട്, ഇവൻ എൻ്റെ കയ്യിൽ കിട്ടും, ഇവനെ ഒന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ശൈത്യാനും അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പം നിവീൻ ഓടി വന്ന് അവർ രണ്ടുപേരും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ബെഡിൽ കയറി കിടന്നിട്ട് തലയിൽ കൂടെ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് മോഷ്ടിച്ച് എന്തോ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം അനു പറയുന്നുണ്ട്, എന്താ ചെയ്യുന്നത് നോക്കുമ്പോൾ എന്താ വായിക്കകത്ത് തക്കാളി മോഷ്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അനു എന്താ ചെയ്യണത്, ഇത് രാവിലെ കറിക്കുള്ള സാധനങ്ങൾ, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ കറി വെക്കാനൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരിനെ നിവീനെ അവിടെ നിന്ന് എണീപ്പിച്ച് വേറൊരു ബെഡിൽ കൊണ്ടുപോയി കിടത്തി പുതച്ചു മൂടി അവിടെ കിടത്തിയിട്ട് ഇവിടെ കിടന്ന് ചെയ്തോ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ എൻ്റെ ആവുന്നത്. അപ്പോൾ എൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഡെയിലി ഞാനിതുപോലെ റിവ്യൂ ആയിട്ടും ലൈവ് അപ്ഡേറ്റ് ആയിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.